അൻപോടെ 50 നാൾ ക്രൂശുമായി നിൻ വഴിയേ തളരാതെ നീങ്ങാൻ നിൻ കൃപയേകണമേ. സഹനത്തിൽ സ്നേഹം നിറയുമ്പോൾ മുറിവും തീരുമുറിവായിടുന്നു. നീയും ക്രൂശിതനായിടുന്നു. തളർച്ച. കുരിശിൻ്റെ വഴിയിൽ തളർന്നു വീഴുന്ന കർത്താവിനെ നമ്മൾ പലവട്ടം കാണുന്നു. മനുഷ്യർക്കൊക്കെ നിരന്തരം തളർച്ചയുണ്ടാവും. തളർച്ചയിൽ നിന്ന് ഒരുവനെ കരകയറ്റുന്നത് എന്താണ്? ഇന്നലെ രാത്രി അൾത്താരപാലന്മാരെ കൊണ്ട് മല കയറാനായിട്ട് പോയി. മലയാറ്റൂർ മല. ആദ്യമായിട്ട് മലയാറ്റൂർ മല കയറുന്ന കുട്ടികൾ കൂട്ടത്തിലുണ്ട്. ഒന്നാം സ്ഥലം എത്തിയപ്പോഴേക്കും ഒരു കൊച്ച് ഛർദിച്ച് അവശനായിട്ട് അവൻ പറഞ്ഞു, അച്ഛാ ഞാൻ ഇവിടെ ഇരുന്നോളാം. മുകളിലേക്ക് കയറാൻ അവന് തീരെ പറ്റുന്നില്ല, വയ്യ. കുട്ടിയാകെ വിഷമിച്ചു പോയി. കുഞ്ഞിനോട് പറഞ്ഞു, മോനെ ഒന്നാം സ്ഥലം എത്തി, നമ്മൾ ഇനി കുറച്ചുകൂടെ കയറാനുള്ളൂ, നന്നായിട്ട് പ്രാർത്ഥിച്ച് കയറിയാൽ മതി, ഈശോ കയറ്റിക്കോളും. അവൻ്റെ കരം പിടിച്ച് പതുക്കെ പതുക്കെ ഞങ്ങൾ 14ാം സ്ഥലത്തെത്തി. ഞാൻ ആലോചിച്ചു, എങ്ങനെയാണത് സംഭവിച്ചത്? തീർത്തും തളർന്ന് വാടിപ്പോയ ഒരു കുഞ്ഞിനെ എങ്ങനെയാണ് മലയുടെ ഏറ്റവും മുകളിൽ എത്തിച്ചത്? രണ്ട് കാര്യങ്ങളാണ്. ഒന്ന് വിശ്വാസം, 2 സ്നേഹം. ഈശോയിലുള്ള അഗാധമായ വിശ്വാസം. കൂടെയുള്ള കുഞ്ഞു മക്കളെല്ലാവരും വളരെ വിശ്വസിച്ച് പ്രാർത്ഥിച്ച് ഓരോ കുരിശിൻ്റെ വഴിയിലും ഓരോ സ്ഥലങ്ങളിലും അവർ നിയോഗങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിച്ച് പോവുകയാണ്. ഈ മല തനിക്ക് കയറാൻ പറ്റുമെന്ന് അവൻ ഉറച്ച് വിശ്വസിക്കുന്നു. ആ വിശ്വാസത്തിൻ്റെ ബലത്തിലാണ് അവൻ മലയാറ്റൂർ വരെ വന്നിട്ടുള്ളത്. രണ്ടാമത്തെ കാര്യം സ്നേഹമാണ്. അവനെ അടച്ചു പിടിക്കുവാനും അവനെ മുന്നോട്ട് നയിക്കുവാനും വൈദികരും മറ്റു കൂട്ടുകാരും എല്ലാവരും കൂടി അവനെ സ്നേഹിക്കുകയാണ്. കയറും, നിനക്ക് പറ്റും, നിനക്ക് സാധിക്കുമെന്നൊക്കെ പറഞ്ഞ് എല്ലാവരും കൂടി അവനെ സ്നേഹിക്കുകയാണ്. സ്നേഹവും വിശ്വാസവും ഉണ്ടെങ്കിൽ ജീവിതത്തിൻ്റെ ഏത് മലയിലും നമ്മൾ കയറും. എത്ര തളർന്നാലും എത്ര തകർന്നാലും നമുക്ക് മുകളിലെത്താൻ സാധിക്കും. കർത്താവ് തളർച്ചകളിൽ നിന്ന് എഴുന്നേറ്റ് നടന്നവനാണ്. ഗാഗുൽത്താ മല മുഴുവൻ നടന്ന് തീർത്തവനാണ് നമ്മുടെ കർത്താവ്. അവൻ തൻ്റെ ഓട്ടം ഭംഗിയായി പൂർത്തിയാക്കി. ഹെബ്രായക്കാർക്ക് എഴുതിയ ലേഖനം 12:12 നമ്മൾ വായിക്കുന്നു, അവിടുന്ന് തളർന്ന കൈകളെയും ബലമില്ലാത്ത കാൽമുട്ടുകളെയും ശക്തിപ്പെടുത്തുന്നു. കർത്താവ് നമ്മളെ ശക്തിപ്പെടുത്തട്ടെ.